നമസ്കാരം, മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. മുൻ പ്രണയബന്ധത്തിൽ നേരിട്ട വൻ കടുത്ത നാർസിസിക അബ്യൂസിനെ കുറിച്ചും മാനസിക ആഘാതത്തെക്കുറിച്ചും നടി അനുപമ പരമേശ്വരൻ നടത്തിയ തുറന്നുപറച്ചിലുകൾ തെലുങ്ക്, തമിഴ്, മലയാളം ചലച്ചിത്ര ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പങ്കാളിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും തമിഴ് നടൻ ധ്രുവ് വിക്രമുമായി താരം പ്രണയത്തിലായിരുന്നുവെന്ന ഗോസിപ്പുകൾ ശക്തമാകുന്നതിനാൽ തന്നെ സോഷ്യൽ മീഡിയ വിരൽ ചൂണ്ടുന്നത് ധ്രുവ് വിക്രമിന് നേരെ തന്നെയാണ്. ഇതിനു പിന്നാലെ തനിക്കെതിരെ ഉയർന്ന വാർത്തകളിൽ പ്രതികരണവുമായി ധ്രുവ് വിക്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തന്റെ പേരിനെ ചുറ്റിപ്പറ്റി വൻ വാർത്തകളും വിവാദങ്ങളും ഉയരുമ്പോഴും വിഷയത്തിൽ നേരിട്ട് പ്രതികരിക്കുവാൻ ധ്രുവ് വിക്രം തയ്യാറായിട്ടില്ല. എന്നാൽ വൈകുന്നേരത്തെ കടൽ തീരത്ത് തിരമാലകൾ അടിക്കുന്നതിന്റെയും കുട്ടികൾ കളിക്കുന്നതിന്റെയും ഒരു നിശബ്ദ വീഡിയോ ദൃശ്യം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി താരം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ. അടിക്കുറിപ്പുകളോ വ്യാഖ്യാനങ്ങളോ ഇല്ലാതെ പങ്കുവച്ച ഈ വീഡിയോയിലൂടെ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോട് മൗനം പാലിക്കുക എന്നതാണ് തന്റെ നിലപാടെന്ന് ധ്രുവ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നതാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഒരു വർഷമായി ധ്രുവ് ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് താരം ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവച്ചിരുന്നത്. അതും ബൈസൺ എന്ന സിനിമയുടെ ഒരു ചിത്രീകരണ വീഡിയോ ആയിരുന്നു. നവാഗതനായ കരൺ അരവിന്ദ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് ധ്രുവ് ഇനി അഭിനയിക്കുക. ഇപ്പോഴിതാ തന്റെ സ്വഭാവങ്ങളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും ധ്രുവ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നതാണ് വീണ്ടും ഇന്റർനെറ്റിൽ വൈറലാകുന്ന ഒരു വീഡിയോയിൽ തന്റെ കോപത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ധ്രുവ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അത് എനിക്ക് ദേഷ്യം കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട്. അത് നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിറ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല. കണ്ണുകൾ പതിയെ അടയ്ക്കും, എന്നിട്ട് കുറച്ചു സമയം മിണ്ടാതെയിരിക്കും, എന്നിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നിയന്ത്രിച്ച് വരികയാണ് എന്നതാണ് ധ്രുവ് വിക്രം പറയുന്നത്. ആദ്യത്തെ ഡേറ്റിംഗിൽ ആരും ബിൽ പേ ചെയ്യണം എന്നതാണ് ധ്രുവിന്റെ അഭിപ്രായം എന്ന ചോദ്യത്തിന് ധ്രുവ് നൽകിയ മറുപടിയും വൈറലായിരുന്നു. ഓൾഡ് സ്കൂൾ ചിന്താഗതിയാണ് തന്റേതെന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ധ്രുവ് പറഞ്ഞത്. എന്നിരുന്നാലും ആദ്യ ഡേറ്റിൽ പുരുഷൻ തന്നെ ബില്ല് അടയ്ക്കണം എന്നതാണ് തന്റെ അഭിപ്രായമെന്നും ധ്രുവ് പറയുന്നുണ്ട്. വൈകിയ വേളയിൽ ഒരു കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യുമോ അതോ മൈൻഡ് ചെയ്യാതെ ഇരിക്കുമോ എന്ന ചോദ്യത്തിന് താരം നൽകിയ മറുപടിയും വൈറലായിരുന്നു. അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും എന്നാണ് ധ്രുവ് പറഞ്ഞത്. അമ്മയാണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായും ഫോൺ എടുക്കും. മറ്റാരെങ്കിലും ആണ് ആ സമയത്ത് ഫോൺ വിളിക്കുന്നതെങ്കിൽ എടുക്കുകയില്ല എന്നാണ് നടൻ പറഞ്ഞത്. നടന്റെ പഴയ അഭിമുഖങ്ങൾ വീണ്ടും പ്രേക്ഷകർ കുത്തിപ്പൊക്കുവാൻ കാരണം അനുപമ കഴിഞ്ഞ ദിവസം നടനെ കുറിച്ച് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ്. താൻ പ്രണയത്തിലായിരുന്നു. ആ 2 വർഷവും നാർസിസ്റ്റായ ഒരാളുടെ ഒപ്പമായിരുന്നു താൻ ജീവിച്ചു പോന്നിരുന്നത് എന്നുമായിരുന്നു അനുപമ പറഞ്ഞത്. അനുപമയും ധ്രുവും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ അനുപമ ഉദ്ദേശിച്ചത് ധ്രുവിനെയാണ് എന്നതാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അതേസമയം നടിയുടെ വെളിപ്പെടുത്തൽ വൈറലായ ശേഷം ചർച്ചയാകുന്നത് വിക്രമിന്റെ ഭാര്യ ശൈലജയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളുടെ ഭാര്യയാണെങ്കിൽ കൂടിയും ഇന്നേ വരെ അവരെ പുറം ലോകം ആരും തന്നെ കണ്ടിട്ടില്ല. ഇന്റർനെറ്റിൽ തപ്പിയാൽ പോലും 1-2 ഫോട്ടോകൾ മാത്രമാണ് ലഭിക്കുന്നത്. ഭാര്യ അല്പം പ്രൈവറ്റ് പേഴ്സൺ ആയതുകൊണ്ടാണ് മീഡിയയ്ക്ക് മുന്നിൽ വരാത്തത് എന്ന തരത്തിലാണ് പലപ്പോഴും വിക്രം ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. മലയാളിയാണ് ശൈലജ. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. ഭാര്യയെക്കുറിച്ച് അഭിമുഖങ്ങളിൽ നടൻ വാചാലനാകാറുമുണ്ട്. സൈക്കോളജിസ്റ്റാണ് ശൈലജ. ചെറുപ്പം മുതലേ എനിക്ക് എല്ലാം എന്റെ അമ്മയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയാണ് എനിക്കെല്ലാം. കല്യാണം കഴിഞ്ഞിട്ട് 32 വർഷങ്ങളായി. ഞാൻ ഇന്ന് എന്തോ ഇതിന് കാരണം എന്റെ ഭാര്യയാണ്. ഇത്രയും പ്യുവർ സോളാണ് ശൈലജ. നല്ല ഭാര്യയാണ്, അമ്മയാണ്, സുഹൃത്താണ്. ആദ്യം കണ്ടപ്പോൾ തന്നെ ശൈലജയെ ഇഷ്ടപ്പെട്ടിരുന്നു. UG കഴിഞ്ഞ് PGക്ക് അഡ്മിഷൻ എടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു അത്. ഒരു ചായക്കടയിൽ നിന്ന് ശൈലജയെ വിളിച്ചു. ഇനി ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ നിന്നെ വിളിക്കട്ടെ, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ശൈലജ പറഞ്ഞു. ഒരു മണിക്കൂറിന് ശേഷം വിളിച്ച് തനിക്ക് താലിയിൽ വിശ്വാസമുണ്ടോ ശൈലജയോട് ചോദിച്ചു. എനിക്ക് താലിയിലും വിശ്വാസമില്ല, വിവാഹത്തിലും ആചാരങ്ങളിലും വിശ്വാസമില്ലെന്ന് അവർ പറഞ്ഞു. ഓക്കെ എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇത് ചോദിച്ച് ഞാൻ ക്രിസ്ത്യാനിയും ശൈലജ ഹിന്ദുവുമാണ് എന്നതുകൊണ്ടാണ്. അവൾ എനിക്ക് അത്രയേറെ പിന്തുണ നൽകുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ ഒരു സൈക്കോളജിസ്റ്റാണ്. അതോടൊപ്പം നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും അവൾ സജീവമാണ്. മറ്റുള്ളവരെ നിരന്തരം സഹായിക്കുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ് അവൾ എന്നായിരുന്നു വിക്രം പറഞ്ഞത്. ധ്രുവ അനുപമ വിവാഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇത്രയേറെ ഭാര്യയെ സ്നേഹിക്കുന്ന വിക്രം എന്തുകൊണ്ട് അവർക്കൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ ഒരുമിച്ചുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. മകനെ പോലെ തന്നെ അച്ഛനും നാർസിസ്റ്റാണോ, ഭാര്യയെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും കമന്റുകളും അച്ഛന്റെയും മകന്റെയും അഭിമുഖങ്ങൾക്ക് താഴെയായി ഇപ്പോൾ നിറയുന്നുണ്ട്.
വിക്രമിന് ധ്രുവിനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട്. ധ്രുവിനൊപ്പം പൊതുപരിപാടികളിൽ വിക്രം ഇല്ലാത്തപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് സഹോദരി അക്ഷിതയാണ്. വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ് അവർ. ധ്രുവിന്റെ പേര് പറയാതെയാണ് അഭിമുഖങ്ങൾ ഉടനീളം അനുപമ സംസാരിച്ചിട്ടുള്ളത്. തന്റെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ വാല്യൂ ചെയ്യാതെയുള്ള പെരുമാറ്റമായിരുന്നു കാമുകനിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടായത് എന്നുമായിരുന്നു അനുപമ പറഞ്ഞത്.